ശ്രദ്ധിക്കുക, നമ്മൾ മൂന്നാമത്തെ പാഠത്തിലേക്ക് കിടക്കുകയാണ്. ഇംഗ്ലീഷിൻ്റെ മൂന്നാമത്തെ പാഠത്തിലേക്ക്. റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് പാഠത്തിൻ്റെ പേരാണ്. സെക്ഷൻ 1. തിമ്മക്ക and her husband Bikalu Chikaika, a childless couple of Holikal village in Karnataka, decided to adopt children. ശ്രദ്ധിക്കുക, തിമ്മക്ക എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ ഭർത്താവായ ബിക്കാലു ചിക്കായ്ക്ക എന്ന് പറയുന്ന വ്യക്തിയും അവർ ചൈൽഡ്ലെസ് കപ്പിളായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അവർ താമസിച്ചിരുന്നത് ഹുളിക്കൽ വില്ലേജ് ഇൻ കർണാടക. അപ്പോൾ കർണാടകയിലെ ഹുളിക്കൽ വില്ലേജ് എന്ന് പറയുന്ന വില്ലേജിലായിരുന്നു അവർ താമസിച്ചു കൊണ്ടിരുന്നത്. ഡിസൈഡ് ടു അഡോപ്റ്റ് ചിൽഡ്രൻ, അവർ കുട്ടികളെ ദത്തെടുക്കുവാൻ തീരുമാനിച്ചു. ബട്ട് ദി ചിൽഡ്രൻ ദേ ചൂസ് ടു റിയർ വേർ 284 banyan trees along a 3 km stretch of what is now National Highway 48 in Karnataka. എന്ന് പറഞ്ഞാൽ അവർ ദത്തെടുക്കാൻ തീരുമാനിച്ച കുട്ടികളെന്ന് പറയുന്നത്, ദത്തെടുത്ത് റിയർ ചെയ്യുവാൻ, പരിപാലിക്കുവാൻ തീരുമാനിച്ച കുട്ടികൾ 248 ബാനിയാൻ ട്രീസ് ആയിരുന്നു. ബാനിയാൻ ട്രീസ് എന്ന് പറഞ്ഞാൽ ആൽമരങ്ങൾ. ആ ആൽമരങ്ങൾ ഇപ്പോൾ എവിടെയാണ്? അലോങ് 3 km സ്ട്രെച്ച് ഓഫ് വാട്ട് ഈസ് നൗ നാഷണൽ ഹൈവേ. ഇപ്പോൾ നാഷണൽ ഹൈവേ 48 ആയിട്ടുള്ള ഈ നാഷണൽ ഹൈവേ 48ൻ്റെ അരികിലായി, റോഡരികിലായി 3 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന വലിയ പച്ചവിതാനം, വലിയ പച്ചപ്പ് നിറഞ്ഞ 284 മരങ്ങളാണ് അവർ പരിപാലിച്ച് വളർത്തിക്കൊണ്ട് വന്നത്, സ്വന്തം മക്കളെ പോലെ. അതാണ് അവർ മക്കളെ ദത്തെടുത്തു എന്ന് പറയുന്നത്. 284 ബാനിയാൻ ട്രീസിനെയാണ് അവർ പരിപാലിച്ച് വളർത്തിയത്. ദ ട്രീസ് ഫിൽഡ് അപ്പ് എ വോയിഡ് ഇൻ ദെയർ ലൈഫ്സ്. വോയിഡ് എന്ന് പറഞ്ഞാൽ ശൂന്യത. അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? ഫിൽഡപ്പ് ചെയ്തു. അവരുടെ ജീവിതത്തിലെ ശൂന്യത ഇല്ലാതെയാക്കി. ശൂന്യതയെ അവരുടെ ജീവിതത്തിൽ ഇല്ലാതെയാക്കിയത് ഈ മരങ്ങളായിരുന്നു. നേരത്തെ അവരുടെ ജീവിതത്തിൽ ശൂന്യതയായിരുന്നു, കാരണം അവർ രണ്ടുപേരേ ഉള്ളൂ, അവർക്ക് മക്കളൊന്നും ഇല്ല. ആൻഡ് ജസ്റ്റ് റീസെൻ്റ്ലി, ഇപ്പോൾ അടുത്ത്, തിമ്മക്ക റിസീവ്ഡ് ദി നാഷണൽ സിറ്റിസൺ അവാർഡ് ഫോർ സോഷ്യൽ ഫോറസ്ട്രി ഫ്രം ദി പ്രൈം മിനിസ്റ്റർ. ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രിയുടെ പക്കൽ നിന്ന് നാഷണൽ സിറ്റിസൺ അവാർഡ് അവർ നേടുകയുണ്ടായി. ഫോർ സോഷ്യൽ ഫോറസ്ട്രി, സാമൂഹ്യ വനവൽക്കരണത്തിൻ്റെ ഭാഗമായി അവർക്ക് നാഷണൽ സിറ്റിസൺ അവാർഡ് പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് ലഭിക്കുകയുണ്ടായി അടുത്ത കാലത്ത് എന്ന് പറയുന്നു. ആർക്കാണ് കിട്ടിയത്? തിമ്മക്കയ്ക്ക് ആണ് കിട്ടിയത്. തിമ്മക്കയാണ് സ്ത്രീ എന്ന് പറയുന്നത്. അവരുടെ ഭർത്താവിൻ്റെ പേര് നമ്മൾ പറയുണ്ടായി, ബിക്കാലു ചിക്കായ്ക്ക എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇൻ ദി 1950s, 1950-ൽ, ഇറ്റ് വാസ് തിമ്മക്ക ഹൂ ടയേർഡ് ഓഫ് ഹെർ നൈബേഴ്സ് ജിപ്സ് ഡയറക്റ്റഡ് അറ്റ് ഹെർ ചൈൽഡ്ലെസ്നെസ് ഹിറ്റ് അപ്പോൺ ദി പ്ലാൻ. 1950-കളിൽ എന്താ സംഭവിച്ചത്? ഈ തിമ്മക്കയുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, അയൽക്കാർ, അവരെ ആക്ഷേപിക്കാൻ തുടങ്ങി. ജിപ്സ് എന്ന് പറഞ്ഞാൽ ആക്ഷേപമാണ്. അതവരെ മാനസികമായി വളരെ തളർത്തി. ഹു ടയേർഡ്, അവർ തളർന്നു. ഓഫ് ദി നെയ്ബേഴ്സ് ജിപ്സ് ഡയറക്റ്റഡ് അറ്റ് ഹെർ ചൈൽഡ്ലെസ്നെസ് ഹിറ്റ് അപ്പോൺ ദി പ്ലാൻ. അപ്പോൾ എന്താണ്? കുട്ടികളില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ആ ചുറ്റുപാടത്തുള്ള ആളുകൾ വലിയ അറിവും പാണ്ഡിത്യമൊന്നും ഉള്ള ആളുകളായിരിക്കില്ല, തീരെ ഗ്രാമീണരായ ആളുകളായിരിക്കാം. ഇപ്പോൾ കുട്ടികളില്ലാത്തത് മറ്റെന്തോ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാപം കൊണ്ടാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു ജനതയായിരിക്കാം. എന്തായാലും കുട്ടികളില്ല എന്ന കാരണം പറഞ്ഞ് അവരെ അധിക്ഷേപിക്കാൻ തുടങ്ങി.
അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ളൊരു പ്ലാൻ എടുക്കാൻ തയ്യാറായത്. വൈ നോട്ട് പ്ലാന്റ് ബാനിയൻ ട്രീസ് ആൻഡ് റിയർ ദം ലൈക്ക് അവർ ചിൽഡ്രൻ? എന്തുകൊണ്ട് അറിയാൽ മരങ്ങൾ നട്ട് സ്വന്തം കുട്ടികളെ പോലെ പരിപാലിച്ചുകൂടാ എന്നവർ ചിന്തിക്കാൻ തുടങ്ങി. ഷീ തോട്ട്സ്. സോ ദ ലോൺലി കപ്പിൾ ഡിസൈഡ് ടു പ്ലാന്റ് ട്രീസ്. അങ്ങനെയാണ് ഏകാന്തരായ ആ ദമ്പതികൾ മരങ്ങൾ നടുവാൻ തീരുമാനിച്ചത്. തിമ്മക്കാസ് ഹസ്ബൻഡ് വാസ് എ ഡിസേബിൾഡ് പേഴ്സൺ. മറ്റൊരു കാര്യം കൂടി ഉണ്ട്. തിമ്മക്കയുടെ ഭർത്താവ് ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആയിരുന്നു, എന്ന് പറഞ്ഞാൽ അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹെൻസ് ഷീ ഹാഡ് ടു വർക്ക് ആസ് എ ലേബറർ എവരി ഡേ ആൻഡ് ഡിഡ് നോട്ട് ഹാവ് ദ ടൈം ഫോർ മച്ചൽസ്. അതുകൊണ്ട് അവൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഭർത്താവിനെയും കൂടി ശുശ്രൂഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഭർത്താവിനെയും കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും അവർക്ക് ജോലി ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം സമയക്കുറവും ഉണ്ടായിരുന്നു. ബട്ട് ഫിം ഇൻ ദർ റിസോൾവ് ദേ ടുക്ക് ഗ്രേറ്റ് പെയിൻസ് ടു ഡിഗ് പിറ്റ്സ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി റോഡ്. എന്തെങ്കിലും അവരുടെ ഉറച്ച തീരുമാനം, ബട്ട് ഫിം ഇൻ ദർ റിസോൾവ്, അവരുടെ ഉറച്ച തീരുമാനം കൊണ്ട് അവരെന്ത് ചെയ്തു? ദേ ടുക്ക് ഗ്രേറ്റ് പെയിൻസ് ടു ഡിഗ് പിറ്റ്സ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദി റോഡ്. റോഡിൻ്റെ രണ്ട് സൈഡിലും അവർ കുഴികൾ എടുക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടി. എന്താണ് അവർ നടാൻ തീരുമാനിച്ചു? അവർക്ക് കുറച്ച് തീരുമാനമുണ്ടായി. ആ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ കുഴികൾ കുത്താൻ തുടങ്ങി. വലിയ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നു കുഴികൾ കുത്താൻ. ദെയർ നെക്സ്റ്റ് ടാസ്ക് വാസ് ടു ചൂസ് സ്യൂട്ടബിൾ ബാനിയൻ സാപ്ലിങ്സ്. സാപ്ലിങ്സ് മീൻസ് തൈകളാണ്. ഇനി കുഴി കുത്തിക്കഴിഞ്ഞ് അവരുടെ അടുത്ത തീരുമാനമെന്ന് പറഞ്ഞാൽ, അടുത്ത ഡ്യൂട്ടി, ചുമതല എന്ന് പറയുന്നത് നല്ല ബാനിയൻ ട്രീയുടെ തൈകൾ തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു. ദേ ഫൈനലി പ്ലാന്റഡ് 300 സാപ്ലിങ്സ് ആൻഡ് പുട്ട് അപ്പ് ത്രോണി ബുഷസ് അറൗണ്ട്. 300 തൈകൾ അവർ നട്ടു. അതിനുശേഷം എന്ത് ചെയ്തു? ത്രോണി ബുഷസ്, മുള്ളു നിറഞ്ഞ മുൾച്ചെടികൾ കൊണ്ട് അവർ അതിൻ്റെ ചുറ്റും എന്ത് ചെയ്തു? മുൾച്ചെടികൾ കൊണ്ട് വേലി കെട്ടി. ആൻഡ് എൻഷുവർ ദാറ്റ് ദി കാറ്റൽ ഡിഡ് നോട്ട് ഈറ്റ് അപ്പ് ദ ടെൻഡഡ് ട്രീസ്. അവർ നട്ട തൈകൾ കന്നുകാലികൾ വന്ന് തിന്നുകളയാതിരിക്കാൻ വേണ്ടി മുൾച്ചെടികൾ പറിച്ച്, മുൾച്ചെടികൾ വെട്ടി അവരതിന് ചുറ്റും വേലി കെട്ടി. തിമ്മക്ക, നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവുകയാണ്. തിമ്മക്ക ബ്രോട്ട് വാട്ടർ ഇൻ പോട്ട്സ് ഫ്രം ദി ലോങ് ഡിസ്റ്റൻസ് ആൻഡ് പോഡ് ഇറ്റ് അറ്റ് ദി ഫൂട്ട് ഓഫ് ദി സാപ്ലിംഗ് എവരി ഡേ. തിമ്മക്ക എന്ത് ചെയ്യും? പണി കഴിഞ്ഞ് വന്ന്, ഉപജീവനത്തിന് വേണ്ടി പണിക്ക് പോകണം. പണി കഴിഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്യും? കുടങ്ങളിൽ, പോട്ട്സിൽ എന്ത് ചെയ്യും? ദൂരെ സ്ഥലത്തു നിന്നും, വളരെ ദൂരെ സ്ഥലത്തു നിന്നും വെള്ളം ശേഖരിച്ചുകൊണ്ട് വന്ന്, ചുമന്നുകൊണ്ട് വന്ന് എല്ലാ ചെടികളുടെയും ചുവട്ടിൽ നനയ്ക്കുമായിരുന്നു. ഡ്യൂറിങ് ദ റെയിനി സീസൺ, മഴക്കാലത്ത് എന്ത് ചെയ്യും? ഷീ പോക്ക്ഡ് അറ്റ് ദ റൂട്ട്സ് ഓഫ് ദ ട്രീസ് ടു മേക്ക് ദം ഗോ ഡീപ്പ് ആൻഡ് ആസ് ദ ഏരിയ വാസ് നോട്ട് ഫെൻസ്ഡ് ഷീ കെപ്റ്റ് എ കോൺസ്റ്റൻറ്റ് വിജിൽ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? മഴക്കാലത്ത് അവർ ഈ മണ്ണ് ഇളക്കി കൊടുക്കുമായിരുന്നു, പോക്ക് ചെയ്യുമായിരുന്നു. പോക്കിടെന്ന് പറഞ്ഞാൽ തോണ്ടുക എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? റൂട്ട്സ് ദ ട്രീസ് ടു മേക്ക് ദം ഗോ ഡീപ്പ് ആൻഡ്, വളരെ ആഴത്തിലേക്ക് പോകാൻ വേണ്ടി മണ്ണ്, വേരുകൾ ആഴത്തിലേക്ക് പോകാൻ വേണ്ടി മണ്ണ് ഇളക്കി കൊടുക്കുമായിരുന്നു. ആൻഡ് ആസ് ദ ഏരിയ വാസ് നോട്ട് ഫെൻസ്ഡ്, ഇനി വേലി കെട്ടാത്ത സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ വേലി കെട്ടാത്ത സ്ഥലങ്ങളിൽ അവരെന്ത് ചെയ്തു? ദർ വാസ് എ ഫെൻസ് വേർസ് നോട്ട് ഫെൻസ്ഡ് ഷീ കെപ്റ്റ് എ കോൺസ്റ്റൻറ്റ് വിജിൽ, നിരന്തരമായ ജാഗ്രത, ശ്രദ്ധ വെച്ച് പുലർത്തി. ആൻഡ് നഴ്സ്ഡ് ദം പ്ലാന്റ്സ് ഫോർ 10 years, 10 വർഷത്തോളം ആ ചെടികളെ അവർ പരിപാലിച്ചു. ഇറ്റ് വാസ് എ ടൈം സ്പെൻഡ് വെൽ ആസ് ഇറ്റ് ഗീവ് ഹെർ ഫുൾഫിൽമെൻറ്റ് ആൻഡ് പ്രൈഡ്. ഈ സമയം ഇങ്ങനെ നന്നായി ചെലവഴിച്ചത് കൊണ്ട്,
നന്നായി കഷ്ടപ്പെട്ടത് കൊണ്ട് എന്ത് സംഭവിച്ചു? ആസ് ഇറ്റ് ഗീവ് ഹർ ഫുൾഫിൽമെൻറ്റ് ആൻഡ് പ്രൈഡ്. അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു, അവർക്ക് വലിയ അഭിമാനമുണ്ടായി. ഈവൻ ആസ് ദ കപ്പിൾ നഴ്സ്ഡ് ദ സാപ്ലിംഗ് ഷീ വാസ് വർക്കിംഗ് ഇൻ കോറി ഫോർ ദെയർ ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ അവർ ഈ തൈകളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാം തന്നെ ഷീ വാസ് വർക്കിംഗ്, അവൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെ? ഇൻ എ കോറി, ഒരു കോറിയിൽ അവൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ദെയർ ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ്, കൈ വായിലേക്ക് പോകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്നുള്ള ഒരു പ്രയോഗമാണത്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവൾ ഇതിൻ്റെ കൂടെ ജോലിക്കും പോകാറുണ്ടായിരുന്നു കോറിയിൽ. ഇഫ് ഷീ കുഡ് നോട്ട് ഗോ ടു ദി കോറി ദേ വുഡ് ഹാവ് നത്തിങ് ടു ഈറ്റ് ദാറ്റ് ഡേ. അവൾ കോറിയിൽ ജോലിക്ക് പോകാത്ത ദിവസം അവർക്ക് തിന്നാനൊന്നും ഉണ്ടായിരുന്നില്ല, അത്രയും ദാരിദ്ര്യമായിരുന്നു. ട്രൂ, യഥാർത്ഥത്തിൽ സത്യത്തിൽ എന്താണ്? ഹെയർ വർക്ക് വാസ് ബാക്ക് ബ്രേക്കിംഗ്, പുറം പൊട്ടിപ്പോകുന്ന, അല്ലെങ്കിൽ അത്രമാത്രം അസഹനീയമായ, പുറം പൊട്ടിപ്പോകുന്ന അത്രയും കഠിനമായ ജോലിയായിരുന്നു എന്ന് പറയുന്നത് അവളുടെ കോറിയിലെ ജോലി. ബട്ട് ഷീ കുഡ് നോട്ട് നെഗ്ലക്റ്റ് ദ ട്രീസ് എയ്തർ. എന്നിരുന്നാൽ പോലും അവൾ ചെടികളെ ഉപേക്ഷിച്ചില്ല, അല്ലെങ്കിൽ ആ അരിയാൽ തൈകളെ ഉപേക്ഷിച്ചില്ല. വൈകുന്നേരങ്ങളിൽ നടുവ് പൊട്ടിപ്പോകുന്ന അത്രമാത്രം കഠിനമായ ആ ജോലി ചെയ്തിട്ട് ആ തൈകളെ വന്നിട്ട് വൈകുന്നേരങ്ങളിൽ എന്തു ചെയ്യുമായിരുന്നു? പരിപാലിക്കുമായിരുന്നു. ഷീ വുഡ് ഗോ ടു ദി കുഡൂർ റോഡ് ആൻഡ് അറ്റൻഡ് ടു ദി സാപ്ലിംഗ് ബിഫോർ ദി ബ്രേക്ക് ഓഫ് ഡോൺ. പിന്നെ എന്ത് ചെയ്യുമായിരുന്നു? അതിരാവിലെ, ബ്രേക്ക് ഓഫ് ഡോൺ, ഡോൺ മീൻസ് പ്രഭാതം, പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുമ്പ് തന്നെ അവൾ കുഡൂർ റോഡിലേക്ക് പോകുമായിരുന്നു. അവരുടെ ഈ എന്താണ് സാപ്ലിങ്സ്, അത് ഈ തൈകൾ നട്ടിരിക്കുന്നത് കുഡൂർ റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. കുഡൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കുഡൂർ റോഡിലേക്ക് അവൾ എന്ത് ചെയ്യുമായിരുന്നു? അതിരാവിലെ പോകുമായിരുന്നു. ആൻഡ് ദി ട്രീസ് ലൈക്ക് ചിൽഡ്രൻ, കുട്ടികളെ പോലെ, who live in the atmosphere of love and caring responded for her call and grow up. ഈ തൈകളെല്ലാം കുട്ടികളെ പോലെ അവളുടെ സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളർന്നു വന്നു. കൂടാതെ അവരുടെ സംരക്ഷണത്തിൻ്റെ ഫലമായി ആ തൈകൾ റെസ്പോണ്ടഡ്, ആ തൈകൾ പ്രതികരിച്ചു. എങ്ങനെ? ടു ഹെർ കോൾ ആൻഡ് ഗ്രോ അപ്പ്, അവളുടെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് വളർന്നുകൊണ്ടാണ് ആ തൈകൾ പ്രതികരിച്ചത്. നൗ ഇൻ ദി പ്രൈം ഓഫ് ദെയർ ലൈവ്സ്, അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? 284 ദാറ്റ് ടുക്ക് റൂട്ട്സ്, 284 വൃക്ഷങ്ങൾ ആഴങ്ങളിലേക്ക് വേരൂന്നി എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് എ ഗ്രീൻ കനോപ്പി. കനോപ്പി മീൻസ് വിധാനം, പച്ചവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷങ്ങളുടെ ഇങ്ങനെ ശിഖരങ്ങൾ, ഇലയെല്ലാം ഇങ്ങനെ സൂര്യപ്രകാശം കടക്കാത്ത രൂപത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എത്ര കിലോമീറ്റർ? 3 km, 3 കിലോമീറ്റർ നീളത്തിലാണ് ഇങ്ങനെ പച്ചവിധാനം വിരിച്ച് ഈ അരയാൽ മരങ്ങൾ നിൽക്കുന്നത്. നെറ്റ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് പ്രിവെൻറ്റ് സോയിൽ എറോഷൻ. നെറ്റ്സ് എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂടുകൾ, നിരവധിയായ പക്ഷികളുടെ കൂടുകൾ നിറഞ്ഞ വൃക്ഷങ്ങളാണത്. കൂടാതെ എന്ത് ചെയ്യുന്നു? പ്രിവെൻറ്റ് സോയിൽ എറോഷൻ, മണ്ണൊലിപ്പിനെ തടയുകയും ചെയ്യുന്നു. ദേ ആർ ഓൾസോ വർത്ത് ആൻഡ് എസ്റ്റിമേറ്റ് $85 crore. 85 crore എന്ന് പറഞ്ഞാൽ എത്ര? 85 കോടി വില മതിക്കുന്ന വൃക്ഷങ്ങളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അടുത്ത ഭാഗം, ആ പാഠം കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 3.1 എന്ന ഭാഗം കാണുന്നുണ്ട്. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 3 എന്ന ഭാഗം കാണുന്നുണ്ട്. നമുക്കത് ഏകദേശം ഒന്ന് നോക്കാം. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചൂസ് ആൻഡ് ടിക്ക് ദി കറക്റ്റ് ആൻസേഴ്സ്. കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എയും ബിയും 2 ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. എ ചോദ്യം ഇങ്ങനെയാണ്: ഡിഡ് ദി കപ്പിൾ ലുക്ക് ആഫ്റ്റർ ദി സാപ്ലിംഗ് ബിക്കോസ്. ഈ ദമ്പതികൾ
ഈ തൈകളെ സംരക്ഷിച്ചു? എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. കാരണം എന്താണ്? രണ്ടാമത്തേതാണ് അതിൻ്റെ ആൻസർ. നമുക്ക് ആൻസറിൻ്റെ ഭാഗത്ത് നോക്കാം. ആൻസറിൻ്റെ ഭാഗത്ത് ചെക്ക് യുവർ ആൻസർ എന്ന് പറയുന്ന ഭാഗം 27ാമത്തെ പേജിലുണ്ട്. 27ാമത്തെ പേജിൽ അതിൽ ഒന്നാമത്തെ 7 ഉത്തരമായി കൊടുത്തത് ഇറ്റ് ഗീവ് ദം സാറ്റിസ്ഫാക്ഷൻ. ഇറ്റ് ഗേവ് ദം ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അത് ഇറ്റ് ഗീവ് ദം ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ രണ്ടാമത്തെ ആൻസറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 നമ്മൾ ടിക്ക് ചെയ്യുക. ഇനി ബി ക്വസ്റ്റിനിലേക്ക് വരിക. ദി ട്രീസ് പ്രൊവൈഡഡ്. എന്താണ് ആ മരങ്ങൾ തരുന്നത്? അതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആ മരങ്ങൾ തരുന്നത്? ഷെയ്ഡഡ് അലോങ് ദി 3 km സ്ട്രെച്ച്. രണ്ടാമത്തെ ആൻസർ പറയുന്നത് ഷെയ്ഡഡ് അലോങ് ദി 3 km സ്ട്രെച്ച് ഓഫ് റോഡ്. 3 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന തണലാണ് അവർ മരങ്ങൾ തരുന്നത്. അപ്പോൾ മൂന്നാമത്തെ ആൻസർ ടിക്ക് ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോവുകയാണ്. സെലക്ട് ദി കറക്റ്റ് ഇൻഫർമേഷൻ ഫ്രം ദി ബോക്സ് ആൻഡ് റൈറ്റ് ഇൻ ദി ബ്ലാങ്ക്സ്. ഈ ബോക്സിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1950, പിന്നെ ഒരു 3 കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട്, പിന്നെ 300 കൊടുത്തിട്ടുണ്ട്, 10 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ പുറത്ത് 284 കൊടുത്തിട്ടുണ്ട്, 85 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ബോക്സിൽ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം താഴെ തന്നിട്ടുള്ള ബ്ലാങ്ക്സായി കിടക്കുന്ന ഭാഗം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ട്രീസ് വെയർ പ്ലാന്റഡ് അലോങ് എ ഡാഷ് സ്ട്രെച്ച് ഓഫ് റോഡ്. എന്താണ് നമ്മുടെ ചോദ്യം? എന്താണ്? എത്ര നീളത്തിലാണ് ഇത് സസ്യങ്ങൾ പ്ലാന്റ് ചെയ്ത്, അല്ലെങ്കിൽ അരിയാൽ തൈകൾ പ്ലാന്റ് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ പറയുന്നത് 3 km ആണ്. 3 കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മൾ പുസ്തകത്തിൽ വായിച്ചതാണ്. രണ്ടാമത്തെ ചോദ്യം എന്ത് ചെയ്യുക? ദ ട്രീസ് വെയർ പ്ലാന്റഡ് ഇൻ ദി എവിടെയാണ്, ഏത് വർഷമാണ് തൈകൾ നട്ടത്? 1950ലാണ്. 50. മൂന്നാമത്തെ ചോദ്യം തിമ്മക്ക പ്ലാന്റഡ് ഡാഷ് സാപ്ലിംഗ്. എത്ര തൈകളാണ് തിമ്മക്ക നട്ടത്? 300 തൈകളാണ് നട്ടതെന്ന് നമ്മൾ പാഠഭാഗത്ത് വായിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം ദേ ലുക്ക്ഡ് ആഫ്റ്റർ ദ ട്രീസ് ഫോർ ഡാഷ് ഇയേഴ്സ്. എത്ര വർഷം അവർ ചെടികളെ സംരക്ഷിച്ചു? 10 വർഷം എന്നാണ് ആൻസർ പറയുന്നത്. നെക്സ്റ്റ് അഞ്ചാമത്തെ ചോദ്യം ഡാഷ് ട്രീസ് ഗ്രോ അലോങ് ദി നാഷണൽ ഹൈവേ. എത്ര മരങ്ങൾ നാഷണൽ ഹൈവേയിലുടനീളം വളർന്നു എന്നാണ് ചോദിച്ചത്. 284 മരങ്ങളാണ് വളർന്നത്. ഇനി ശ്രദ്ധിക്കാൻ ദി അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓഫ് ദി ട്രീസ് ആറ് ഡാഷ് ക്രോർസ്. ഏകദേശ വില മരങ്ങളുടെ ഏകദേശ വില എത്ര കോടിയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ വായിച്ചതാണ് 85 കോടി ആണ് അതിൻ്റെ വില വരുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആൻസർ ദി ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. മൂന്നാമത്തെ ചോദ്യം, അതിൽ ABC 3 ചോദ്യങ്ങളാണുള്ളത്. ഫസ്റ്റ് നമുക്ക് എ ചോദ്യം വായിച്ചു നോക്കാം. വൈ ഡിഡ് തിമ്മക്ക റിസീവ് ദ നാഷണൽ സിറ്റിസൺസ് അവാർഡ്. എങ്ങനെയാണ് തിമ്മക്കായ്ക്ക് എന്ത് കിട്ടിയത്? നാഷണൽ സിറ്റിസൺസ് അവാർഡ് കിട്ടിയത്. ആൻസറിൽ പറയുന്നുണ്ട് ഫോർ പ്ലാന്റിംഗ് 284 banyan trees along a 3 km stretch of നാഷണൽ ഹൈവേ. നാഷണൽ ഹൈവേയിൽ 3 കിലോമീറ്റർ നീളത്തിൽ 284 ബാൻയാൻ ട്രീസ് അരിയാൽ മരങ്ങൾ നട്ട് പരിപാലിച്ചതിനാണ് തിമ്മക്കായ്ക്ക് എന്ത് കിട്ടിയത്? നാഷണൽ സിറ്റിസൺസ് അവാർഡ് ലഭിച്ചത്. അടുത്ത ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് മെയ്ഡ് തിമ്മക്ക ആൻഡ് ഹർ ഹസ്ബൻഡ്
ഡിസൈഡ് ടു പ്ലാന്റ് ബാൻയാൻ ട്രീസ് അലോങ് ദി ഹൈവേ? എന്തുകൊണ്ടാണ് തിമ്മക്കയും ഭർത്താവും ഇങ്ങനെ പ്ലാന്റ് നടുവാൻ, ബാൻയാൻ ട്രീസ് അരിയാൽ മരങ്ങൾ നടുവാൻ തീരുമാനിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ പറയുന്നത് അങ്ങനെ, ദേ ഡിഡിൻറ്റ് ഹാവ് ചിൽഡ്രൻ സോ ദേ ഡിസൈഡ് ടു അഡോപ്റ്റ് ട്രീസ് ആസ് ദെയർ ചിൽഡ്രൻ. അവർ കുട്ടികളുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ കുട്ടികളെ പോലെ ഈ അരിയാൽ തൈകളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് അവരതങ്ങനെ നട്ടത്. ഇനി സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഡിഡ് തിമ്മക്ക ഡു ടു എൻഷുർ ദ സേഫ്റ്റി ഓഫ് ദി പ്ലാന്റ്സ്? ഈ തൈകളുടെ സംരക്ഷണത്തിന് വേണ്ടി തിമ്മക്ക എന്തൊക്കെയാണ് ചെയ്തത്? പുട്ട് ത്രോണി ബുഷസ്, മുള്ളുള്ള, ത്രോണി എന്ന് പറഞ്ഞാൽ മുള്ളുള്ള മുൾച്ചെടികൾ വെട്ടി അതിൻ്റെ ചുറ്റും നാട്ടി സംരക്ഷിച്ചു. അടുത്ത 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. കംപ്ലീറ്റ് ദി സെൻറ്റൻസസ് കംപ്ലീറ്റ് ചെയ്യാണ് പറഞ്ഞത്. ടു ടേക്ക് ഗുഡ് കെയർ ഓഫ് സാപ്ലിംഗ് ആഫ്റ്റർ എൻഷുറിങ് ദെയർ സേഫ്റ്റി തിമ്മക്ക ഹാഡ് ടു. അതിന് സ്വാഭാവികമായിട്ടും ആ മരങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം കിട്ടുന്നതിന് തിമ്മയ്ക്കായിക്ക് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഹാഡ് ടു, അവർക്ക് ചെയ്യേണ്ടതുണ്ടായ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ചോദ്യം. ഒന്നുകൂടെ വായിക്കാം. ടു ടേക്ക് ഗുഡ് കെയർ ഓഫ് സാപ്ലിംഗ് ആഫ്റ്റർ എൻഷുറിങ് ദെയർ സേഫ്റ്റി. ആ തൈകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി തിമ്മക്കായ്ക്ക് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു? അതിൽ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 3 ഭാഗം നമ്മൾ ഫില്ല് ചെയ്യണം. ആൻസറിലേക്ക് പോവുക. ആൻസറിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. 4ാമത്തെ ചോദ്യത്തിൻ്റെ എയിൽ ഒന്ന് പറയുന്ന ബ്രിങ് പോട്ട്സ് ഓഫ് വാട്ടർ ഫ്രം ദി ലോങ് ഡിസ്റ്റൻസ്. വളരെ ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കേണ്ടതുണ്ടായിരുന്നു. 2 പോക്ക്ഡ് അറ്റ് ദി റൂട്ട്സ് ഡ്യൂറിങ് റെയിനി സീസൺ. മഴക്കാലത്ത് മണ്ണിളക്കി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. 3 പറയുന്നത് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് വിജിൽ നഴ്സ്ഡ് ദം ഫോർ 10. വളരെ നിതാന്ത ജാഗ്രതയോടുകൂടി 10 വർഷം അതിനെ സംരക്ഷിക്കേണ്ടത് ഉണ്ടായിരുന്നു. ഇനി ചോദ്യം നമ്പർ ബി. തിമ്മക്കാസ് ബാൻയാൻ ട്രീസ് ഹാവ് ബെനിഫിറ്റഡ് ദി എൻവയർമെൻറ്റ് ബൈ. എങ്ങനെയൊക്കെയാണ് പ്രകൃതിക്ക് ഈ അരിയാൽ മരങ്ങൾ ഗുണകരമായത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ പറയുന്നത് പ്രൊവൈഡിങ് എ ഗ്രീൻ കനോപ്പി ഫോർ 3 km. 3 കിലോമീറ്റർ നീളത്തിലുള്ള പച്ചവിതാനം അത് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡിങ് നെറ്റ്സ് ഫോർ ബേഡ്സ്. പക്ഷികൾക്ക് കൂടുവെക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? പ്രിവെൻറ്റിങ് സോയിൽ എറോഷൻ. മണ്ണൊലിപ്പിനെ തടയുന്നു. ഓക്കെ, 5ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഫൈൻഡ് എ വേർഡ് ഇൻ ദി പാസേജ് വിച്ച് മീൻസ് എ കവർ. കവറിങ് എന്ന അർത്ഥം വരുന്ന, കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ മൂടുക. അങ്ങനെ കവർ എന്ന അർത്ഥം വരുന്ന ഒരു വാക്ക് പാസേജിൽ നിന്ന് കണ്ടെടുക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കൂടുതൽ ആലോചിക്കാനില്ല. നമുക്കറിയാം കനോപ്പി, വിധാനം എന്ന് അർത്ഥം വരുന്നതാണ് കവറിങ്. കവർ എന്നതിനോട് അതേ അർത്ഥം വരുന്നതാണ് കനോപ്പി, വിധാനം എന്നത് ഉദ്ദേശിച്ചത്. അപ്പോൾ കനോപ്പിയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അത്രയും ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ മാത്രം അതുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ മതി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പാരഗ്രാഫ് തന്നിരിക്കുകയാണ്. നിങ്ങളുടെ പരീക്ഷയ്ക്കും പാരഗ്രാഫ് ഇതുപോലെ തരും. പാരഗ്രാഫ് നമ്മുടെ പാഠവുമായി ബന്ധമില്ലാത്ത പാരഗ്രാഫ് തരികയും ആ പാരഗ്രാഫ് വായിച്ചതിന് ശേഷം അതിൻ്റെ താഴെ ചില ചോദ്യങ്ങൾ തരികയും ചെയ്യും. അപ്പോൾ നമ്മൾ വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യേണ്ടതുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. സെക്ഷൻ 2 എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ കാണുന്നുണ്ട്. റീഡ് ദി ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഈ പാസേജ് വായിച്ചിട്ട് താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 2. ഇനി ശ്രദ്ധിക്കുക. വൈ ഡു അസ്ട്രോണമേഴ്സ് തിങ്ക് ദെയർ മേ ബി ലൈഫ് ഓൺ മാർസ്. എന്തുകൊണ്ടാണ് ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർ, ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഈ മാർസ് എന്ന് പറഞ്ഞ ചൊവ്വയിൽ വെള്ളമുണ്ടായിരിക്കുമോ എന്ന് സംശയിക്കുന്നത്
എന്നാണ് ആ ഹെഡിങ് പറയുന്നത്. ഇനി നമുക്ക് പാസേജ് വായിക്കാം. ആസ് യു നോ, സയൻറ്റിസ്റ്റ് ആർ നൗ കണ്ടക്ടിങ് ഓൾ കൈൻഡ്സ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ടു സീ ഇഫ് ലൈഫ് ക്യാൻ ബി ഫൗണ്ട് എനിവെയർ എൽസ് ഇൻ ദി യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ജീവൻ്റെ സാമീപ്യമുണ്ടോ എന്ന് ശാസ്ത്രജ്ഞന്മാർ വളരെ ശ്രദ്ധയോടുകൂടി നിരന്തരമായി പരിശോധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും, ഭൂമിയിലല്ലാതെ മറ്റെവിടെയെങ്കിലും ജീവൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാച്ചുറലി, സ്വാഭാവികമായിട്ടും, ഇറ്റ് ഈസ് ഈസർ ടു എക്സ്പ്ലോർ അവർ ഓൺ സോളാർ സിസ്റ്റം ഫോർ ദ സയൻസ് ഓഫ് ലൈഫ് ദാൻ ഇറ്റ് ഈസ് ടു പ്രോബ് ഔട്ടർ സ്പേസ്. എന്താണ് പറയുന്നത്? ഇന്നത്തെ കാലത്ത് അത് വളരെ ഈസിയായിട്ട് അന്വേഷിക്കാവുന്ന കാര്യമാണ്. കാരണം എന്താണ്? പ്രോബ്, സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള ഉപകരണം, നിരവധിയായിട്ടുള്ള പ്രോബുകൾ ഉപയോഗിച്ച്, നിരവധിയായിട്ടുള്ള സൂക്ഷ്മ പരിശോധന ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഔട്ടർ സ്പേസിൽ, ഓരോ ഗ്രഹങ്ങളുടെയും ഉപരിതലങ്ങളിൽ ജീവൻ്റെ സാദൃശ്യം പരിശോധിക്കാൻ കഴിയുന്ന അത്രയും നമ്മൾ വളർന്നിട്ടുണ്ട്. ആൻഡ് വൺ ഓഫ് ദി place where some scientists believe a form of life might be found in the planet Mars. ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും തന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണ്? മാർസ് അഥവാ ചൊവ്വയിൽ ജീവൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. വാട്ട് ഡിഡ് ദേ പിക്ക് മാർസ്? എന്തുകൊണ്ടാണ് ചൊവ്വയെ മാത്രം അവർ കേന്ദ്രീകരിക്കാൻ കാരണം? മറ്റ് ഗ്രഹങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ചൊവ്വയ്ക്ക് കൊടുക്കാൻ എന്താണ് കാരണം? വെൽ, മാർസ് ഈസ് കൺസിഡേർഡ് ടു ബി എ സോർട്ട് ഓഫ് ട്വിൻ ഓഫ് അവർ ഓൺ പ്ലാനറ്റ് എർത്ത്. നമ്മുടെ ഭൂമിയുടെ ഒരു ഇരട്ടയാണ് മാർസ് എന്നാണ് കണക്കാക്കപ്പെട്ടുള്ളത്. അതായത് നമ്മുടെ ഭൂമിയെപ്പോലെ തന്നെ ഉള്ള ഒരു ഗ്രഹമാണ് എന്തെന്ന് വിചാരിക്കുന്നു? മാർസ് എന്ന് കരുതപ്പെടുന്നു. ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് പ്ലാനറ്റ് ബിയോണ്ട് ദി എർത്ത് ഈസ് ഡിസ്റ്റൻസ് ഫ്രം ദി സൺ. എന്താണ്? നമ്മുടെ ഭൂമിയുടെ അത്രയും തന്നെ സൂര്യനിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ എന്ന ഗ്രഹമെന്ന് കണക്കാക്കപ്പെടുന്നു. അതായത് ഭൂമിയുടെ അതേ സദൃശ്യമുള്ള, സൂര്യനിൽ നിന്ന് ഭൂമിയോടൊപ്പം തന്നെ അത്രയും അകലത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വയെന്ന് കണക്കാക്കപ്പെടുന്നു. മാർസ് ഈസ് അബൌട്ട് ഹാഫ് ഓഫ് ദി ഡയാമീറ്റർ ഓഫ് ദി എർത്ത് ആൻഡ് ഇറ്റ് റൊട്ടേറ്റ്സ് അറൗണ്ട് ദി സൺ ഇൻ ജസ്റ്റ് അണ്ടർ 2 years. എന്താണ്? ഭൂമിയുടെ വ്യാസം, ഡയാമീറ്റർ എന്ന വ്യാസത്തിൻ്റെ പകുതി വ്യാസം മാത്രമാണ് ഈ ചൊവ്വ ഗ്രഹത്തിനുള്ളത്. അത് സൂര്യനെ വലം വെക്കുന്നുണ്ട്. എങ്ങനെ? 2 വർഷത്തിലൊരിക്കൽ ചുറ്റി വരുന്ന അവസ്ഥയാണ് ഉള്ളത്. ബട്ട് മാർസ് ഹാവ് എ ഡേ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ഇൻ ദി ലെങ്ത് ഓഫ് അവർ ഡേ ഹിയർ ഓൺ എർത്ത്. എന്നാൽ ഏകദേശം ചൊവ്വയിലെ ഒരു ദിവസം എന്ന് പറയുന്ന നമ്മുടെ ദിവസത്തിൻ്റെ ഏറെക്കുറെ സമയം തുല്യമായി വരുന്ന, അതായത് 24 മണിക്കൂർ തുല്യമായി വരുന്ന അതേ സമയം തന്നെയാണ് ചൊവ്വയിലെ ദിവസത്തിൻ്റെ ദൈർഘ്യമെന്ന് കണക്കാക്കപ്പെടുന്നു. In observing Mars, astronomers have noticed certain things that indicate a form of life may be possible there. ചൊവ്വയെ നിരീക്ഷിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഭൂമിയെപ്പോലെ തന്നെ, ഭൂമിയിലെ ജീവൻ്റെ സാദൃശ്യമുള്ളതുപോലെ തന്നെ ചൊവ്വയിലും ജീവൻ്റെ ചില അടയാളങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, അതിന് പ്രധാന കാരണം, എല്ലാത്തിനും ഉപരിയായി, മാർസ് ഹാസ് എ സീസൺ ലൈക്ക് എർത്ത്. ചൊവ്വയ്ക്ക് എന്തുണ്ട്? ഭൂമിയിലെ ഋതുഭേദങ്ങൾ മാറി വരുന്നത് പോലെ തന്നെ അവയ്ക്കും സീസൺസ് ഉണ്ട്, കാലവ്യതിയാനങ്ങളുണ്ട്. ഇൻഫാക്റ്റ്, യഥാർത്ഥത്തിൽ ആസ് ദ സീസൺ ചേഞ്ച് ഇൻ മാർസ് ദർ സീം ടു ബി എ ചേഞ്ചസ് ഇൻ ദി ഇറ്റ്സ് സർഫേസ്. ചൊവ്വയിൽ മാറ്റങ്ങൾ, കാലാവസ്ഥാ മാറ്റങ്ങൾ, ഋതുക്കൾ മാറുമ്പോൾ എന്തു സംഭവിക്കുന്നു? ചൊവ്വയുടെ ഉപരിതലത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു. ദ ഡാർക്ക് ഏരിയാസ് ഗെറ്റ് സ്ട്രോങ്ങർ ഇൻ ദി സ്പ്രിങ് ആൻഡ് സമ്മർ.
എന്താണ് ചൊവ്വയുടെ ദൂരെ നിന്നുള്ള വീക്ഷണത്തിൽ കാണുന്ന ഡാർക്ക് ഏരിയ, ആ കറുത്ത പ്രദേശം, ഇരുണ്ട പ്രദേശം ഗെറ്റ് സ്ട്രോങ്ങർ ഇൻ ദി സ്പ്രിങ് ആൻഡ് സമ്മർ. എന്താണ് വസന്തകാലത്തും വേനൽക്കാലത്തും എന്ത് സംഭവിക്കുന്നു? ആ ഇരുണ്ട ഭാഗം കൂടുതൽ സ്ട്രോങ് ആയി, കൂടുതൽ ഇരുണ്ടതായി കാണപ്പെടുന്നു. ആൻഡ് ദി കളർ ചേഞ്ചസ് ഫ്രം ദ ബ്ലൂയിഷ് ഗ്രീൻ ടു യെല്ലോ. അതോടൊപ്പം തന്നെ നീലമയാർന്ന ബ്ലൂയിഷ് ഗ്രീൻ, നീലമയാർന്ന പച്ച കളർ എന്ത് ചെയ്യുന്നു? മഞ്ഞ കളറായി മാറും. കുഡ് ദിസ് ബി വെജിറ്റേഷൻ? അവിടെ എന്തുണ്ട്? വളരെ ചെറിയ സസ്യങ്ങൾ ഉണ്ടാവാം എന്ന് ശാസ്ത്രജ്ഞന്മാർ സംശയിക്കുന്നു. കാരണം ഓരോ കാലത്തും ദൂരെ നിന്ന് കാണുമ്പോഴുള്ള ചൊവ്വയുടെ നിറത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? വളരെ ചെറിയ പായൽ പോലെയൊക്കെയുള്ള ചെറിയ സസ്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം എന്ന് ശാസ്ത്രജ്ഞന്മാർ അനുമാനിക്കുന്നു. Astronomers also believe that there is at least a small amount of water vapor in the atmosphere of the Mars, and this would be helpful in supporting life. പിന്നെ ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ എന്തുണ്ടാവാം? വാട്ടർ വേപ്പർ, നീരാവി ഉണ്ടാവാം. ഈ നീരാവി ആയിരിക്കാം എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അവിടുത്തെ ജീവജാലങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ജീവനെ സപ്പോർട്ട് ചെയ്യുന്നത്. Then too, in 1887, an Italian astronomer Giovanni reported seeing markings on the surface of the Mars that resembled canals. Canals means നീർച്ചാലുകൾ. ഇനി എന്താ പറയുന്നത്? 1887 ഇറ്റാലിയൻ ആസ്ട്രോണമറായിട്ടുള്ള ജ്യോതിശാസ്ത്രജ്ഞനായ ജിയോവന്നി എന്ന് പറയുന്ന ചിന്തകൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചൊവ്വയിൽ കനാലിനെ അല്ലെങ്കിൽ നീർച്ചാലുകൾക്ക് സദൃശ്യമായ എന്തൊക്കെയോ അദ്ദേഹം കണ്ടെത്തിയെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരുപക്ഷെ നീർച്ചാലിനോട് സാമ്യമുള്ള ചില അടയാളങ്ങൾ അദ്ദേഹം കണ്ടെത്തിയെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. Could these have been built by Martians in order to carry water from the polar regions to the desert areas? Scientists wondered. എന്താ പറയുന്നത്? മാർട്ടിയൻസ് എന്ന് പറയുന്നത് ചൊവ്വാഗ്രഹത്തെ സംബന്ധിക്കുന്ന എന്നാണ് അർത്ഥം. ചൊവ്വാഗ്രഹത്തെ സംബന്ധിക്കുന്ന ഈ ഒരു കണ്ടെത്തൽ ഒരുപക്ഷെ എന്തായിരിക്കാം? പൊളാർ ഏരിയയിൽ നിന്ന്, പൊളാർ റീജിയണിൽ നിന്ന്, അല്ലെങ്കിൽ തണുത്തുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് ഡിസേർട്ട് ഏരിയയിലേക്ക്, ഡിസേർട്ട് എന്ന് പറഞ്ഞാൽ മരുപ്രദേശങ്ങൾ, അപ്പോൾ മരുപ്രദേശങ്ങളിലേക്ക് നീർച്ചാലുകൾ ഒഴുകുന്നതായിരിക്കാം, അല്ലെങ്കിൽ വെള്ളം വഹിച്ചുകൊണ്ട് പോകുന്നതായിരിക്കാം എന്ന് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നു. അവർ അത്ഭുതപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ എന്താ പറയുന്നത്? അവർ പറയുന്ന ചൊവ്വാഗ്രഹത്തിൽ എവിടെയോ തണുത്തുറഞ്ഞ സ്ഥലത്തു നിന്നും ചെറിയ നീർച്ചാലുകൾ വരണ്ട പ്രദേശങ്ങളിലേക്ക് ഒഴുകുന്നതിൻ്റെ പാടുകളായിരിക്കാം ദൂരെ നിന്ന് കനാൽസ് പോലെ കാണുന്നത്, നീർച്ചാലുകൾ പോലെ കാണുന്നത് എന്ന് അവർ വിശ്വസിക്കുകയും അതുപോലെ തന്നെ അത്ഭുതപ്പെടുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇൻ 1976 2 American Viking space probes landed on the surface of Mars. 1976 അമേരിക്കയുടെ 2 വിക്കിംഗ് സ്പേസ് പ്രോബ്സ് എന്ന് പറഞ്ഞതാണ് നിരീക്ഷണ യന്ത്രങ്ങൾ, സൂക്ഷ്മ പരിശോധന യന്ത്രങ്ങൾ എന്ത് ചെയ്തു? ലാൻഡഡ് ഓൺ ദി സർഫേസ് ഓഫ് മാർസ്, ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറങ്ങി. ഇത് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ദി സ്പേസ് പ്രോബ്സ് സെർച്ച് ദി സറൗണ്ടിങ് സോയിൽസ് ഫോർ സൈൻസ് ഓഫ് ദി ലൈഫ് ആൻഡ് റേഡിയോഡ്
ദ റിസൾട്ട് ബാക്ക് ടു ദി എർത്ത്. എന്ത് ചെയ്തു? അത് ഇറങ്ങിയതിന് ശേഷം ആ യന്ത്രം എന്ത് ചെയ്തു? അവിടെ ഉപരിതലത്തിൽ, മാർസിൻ്റെ ഉപരിതലത്തിൽ പരിശോധിച്ചു. സെർച്ച്ഡ് ദ സറൗണ്ടിങ് സോയിൽ ഓഫ് ദി സയൻസ് ഓഫ് ദി ലൈഫ്. ആ ചുറ്റുവട്ടത്തുള്ള ഉപരിതലത്തിലെ മണ്ണ് ജീവൻ്റെ അംശമുണ്ടോ എന്ന് പരിശോധിക്കുകയും മണ്ണ് പരിശോധിക്കുകയും റേഡിയോയിഡ് മീൻസ് അപഗ്രഥിക്കുക, സ്വയം അപഗ്രഥിച്ച് അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്തു? തിരിച്ച് ആ ഭൂമിയിലേക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് അയക്കുകയും ചെയ്തു. This result showed that either there are germs in the soil or that the soil is very unusual and not like that on the earth. എന്താ പറയുന്നത്? This result showed that either there are germs in the soil. ആ മണ്ണിൽ എന്തിനെ കണ്ടെത്താൻ പറ്റി? ആ മണ്ണിൽ ചെറിയ സൂക്ഷ്മ അണുക്കളെ കണ്ടെത്താൻ സാധിച്ചു. ദാറ്റ് ദ സോയിൽ ഈസ് വെരി അൺയൂഷ്വൽ. അസാധാരണമായ മണ്ണായിരുന്നു. സാധാരണ ആൻഡ് നോട്ട് ലൈക്ക് ദാറ്റ് ഓൺ ദി എർത്ത്. ഭൂമിയിലെ ഉപരിതലത്തിൽ കാണുന്ന മണ്ണ് പോലെയുള്ള മണ്ണായിരുന്നില്ല, വളരെ അസാധാരണമായ മണ്ണായിരുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കുകയാണ്, ഈഫ് ലൈഫ് ഡസ് എക്സിസ്റ്റ് ഓൺ മാർസ്, അങ്ങനെ ചൊവ്വയിൽ ജീവനുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി എ വെരി സിമ്പിൾ ഫോം ഓഫ് ലൈഫ്. വലിയ മൃഗങ്ങളും ഒന്നും ആയിരിക്കില്ല, വളരെ സൂക്ഷ്മമായ തലത്തിലുള്ള ജീവൻ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക എന്ന് ശാസ്ത്രജ്ഞന്മാർ അനുമാനിക്കുന്നു. ഓക്കെ, അത്രയുമാണ് ആ പാരഗ്രാഫിനകത്ത് നമുക്ക് വായിക്കാനുള്ളത്. നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് ഇത് തന്നെ ആയിരിക്കണം എന്നല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന പാരഗ്രാഫ് നമ്മൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കില്ല, കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങളത് ഏകദേശം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ആൻസർ ചോദ്യം താഴെ കൊടുത്തിട്ടുണ്ടാവും. അതിന് നമ്മൾ ഈ പാരഗ്രാഫിൽ നോക്കി വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. കുറച്ചൊക്കെ തെറ്റിപ്പോയാലും കുറച്ച് ശ്രമിക്കുമ്പോൾ ഏറെക്കുറെയൊക്കെ ശരിയാണെങ്കിൽ കുറച്ച് മാർക്കൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 3-2 പോകാം. ചോദ്യം 1 ടിക്ക് ദി കറക്റ്റ് ആൻസേഴ്സ്. ശരിയായ ഉത്തരത്തിന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ദ സയൻറ്റിസ്റ്റ് ആർ ലുക്കിംഗ് ഫോർ. സയൻറ്റിസ്റ്റ് എന്തിനെയാണ് അന്വേഷിക്കുന്നത്? ലൈഫ് ഇൻ അതർ പാർട്സ് ഓഫ് ദി യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെ ജീവനെയാണ് ആരന്വേഷിക്കുന്നത്? ശാസ്ത്രജ്ഞന്മാർ അന്വേഷിക്കുന്നത്. അതാണ് അതിൻ്റെ ആൻസർ. 1 ബി ആണ് ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ദ സൈസ് ഓഫ് മാർസ് ഈസ്. ചൊവ്വയുടെ വലിപ്പമാണ് പറഞ്ഞത്. ഹാഫ് ദി ഡയാമീറ്റർ ഓഫ് എർത്ത്. ഭൂമിയുടെ വ്യാസത്തിൻ്റെ പകുതിയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആൻസർ 2 ബി ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി 3ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദി ചേഞ്ചസ് ഇൻ ദി കളർ ഓഫ് സർഫേസ് ഓഫ് മാർസ് മേ ബി ഡ്യൂ ടു ദി. ഈ ചൊവ്വയുടെ ഉപരിതലത്തിൽ കളർ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? അത് ആൻസർ എന്താ പറഞ്ഞിരിക്കുന്നത്? ചേഞ്ചസ് ഇൻ ദി വെജിറ്റേഷൻ ഡ്യൂ ടു ദി ചേഞ്ചസ് ഇൻ ദി സീസൺ. സി ആണ് അതിൻ്റെ ആൻസർ. സീസണിൽ, കാലാവസ്ഥയിൽ വരുന്ന അല്ലെങ്കിൽ കാലത്തിൽ വരുന്ന മാറ്റങ്ങളാണ് എന്തിന് കാരണമാകുന്നത്? അവിടുത്തെ വെജിറ്റേഷൻ, പച്ചപ്പുകൾക്ക് നിറം മാറ്റം വരുത്തുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ജിയോവന്നി 4ാമത്തെ ചോദ്യമാണ്. ജിയോവന്നി ദി ഇറ്റാലിയൻ അസ്ട്രോണമർ ഫൗണ്ട്. എന്താണ് ജിയോവന്നി എന്ന അസ്ട്രോണമർ കണ്ടുപിടിച്ചത്? നമ്മൾ വായിക്കുകയുണ്ടായി 1887 ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ ജിയോവന്നിയെക്കുറിച്ച് ആ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. ജിയോവന്നി എന്താണ് കണ്ടുപിടിച്ചത്? ജിയോവന്നി കണ്ടുപിടിച്ചത്
മാർക്കിംഗ് ഓൺ മാർസ് റിസംബിളിങ് കനാൽസ് എന്ന് പറഞ്ഞെന്താണ്? കനാലിനോട്, നീർച്ചാലുകളോട് സാമ്യമുള്ള ചില അടയാളങ്ങൾ അദ്ദേഹം ചൊവ്വയിൽ കണ്ടെത്തുകയുണ്ടായി. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ആൻസർ ദി ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ മാർസ് ആൻഡ് എർത്ത്? ലിസ്റ്റ് ദം. മാർസും എർത്തും തമ്മിൽ, ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള സാമ്യങ്ങൾ എന്തെല്ലാമാണെന്ന് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ കൊടുക്കുന്നുണ്ട്. എ ഡേ ഓൾമോസ്റ്റ് ഈക്വൽ ഇൻ ദി ലെങ്ത് ആസ് എർത്ത്. ഭൂമിയിലെ പോലെ തന്നെ ഒരു ദിവസം ചൊവ്വയിലും എന്തായിരിക്കും? തുല്യമാണ് സമയം. രണ്ടാമത് പറയുന്നത് എ സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദി എയർ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നീരാവിയുള്ളതുപോലെ, ജലകണങ്ങളുള്ളതുപോലെ ചെറിയ അളവിൽ എവിടെയുമുണ്ട്? ചൊവ്വയുടെ അന്തരീക്ഷത്തിലും ഉണ്ട്. മാർസ് മേ ബി സീസൺ ലൈക്ക് എർത്ത്. ഭൂമിയിലെ പോലെ തന്നെ ഋതുഭേദങ്ങൾ എവിടെയുമുണ്ട്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എവിടെയുമുണ്ട്, ചൊവ്വയിലുമുണ്ട് എന്ന് പറയുന്നു. ഈ 3 സാമ്യങ്ങളാണ് ചൊവ്വയും ഭൂമിയും തമ്മിൽ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് നമ്മൾ. വൈ ഡു ദി അസ്ട്രോണമേഴ്സ് തിങ്ക് there may be life on Mars? ചൊവ്വയിൽ ജീവനുണ്ടാകാമെന്ന് ശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കാൻ കാരണമെന്താണ്? They noticed certain things that indicate a form of life may be possible. എന്താണ് പറയുന്നത്? ചില വസ്തുതകൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. They noticed certain things. ചില വസ്തുതകൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. That indicate ഫോം ഓഫ് ലൈഫ് മേ ബി പോസിബിൾ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജീവൻ അവിടെ ഉണ്ടാകാനുള്ള പല സാധ്യതകളും പല സൂചനകളും ശാസ്ത്രജ്ഞന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ലിസ്റ്റ് 2 റീസൺസ് വൈ ദി സയൻറ്റിസ്റ്റ് സെലക്ടഡ് മാർസ്. എന്തുകൊണ്ടാണ് ചൊവ്വയെ തന്നെ ശാസ്ത്രജ്ഞന്മാർ തിരഞ്ഞെടുത്തത്? 2 കാരണങ്ങൾ പറയാനാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ക്ലോസസ്റ്റ് പ്ലാൻ ടു ദി എർത്ത്. ഭൂമിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് എന്തെന്ന് പറയുന്നത്? ചൊവ്വയെന്ന് പറയുന്നത്. അതൊരു കാരണം. ഇനി പറയുന്നത് ദേ ബിലീവ് എ ഫോം ഓഫ് ലൈഫ് മൈറ്റ് ബി ഫൗണ്ട് ഓൺ മാർസ്. അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ആരുറച്ചു വിശ്വസിക്കുന്നു? ശാസ്ത്രജ്ഞന്മാർ ഉറച്ചു വിശ്വസിക്കുന്നു. ചൊവ്വയിൽ ജീവൻ്റെ ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള ജീവൻ ഉണ്ടാവാം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. 3 പറയുന്നത് certain findings indicate that there may be life on Mars. മാർസുമായി ബന്ധപ്പെട്ട് ചൊവ്വയിൽ നടത്തിയിട്ടുള്ള പര്യവേഷണങ്ങളും അതുപോലെ തന്നെ പഠനങ്ങളും സൂചിപ്പിക്കുന്ന ചൊവ്വയിൽ ജീവനുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യമാണ്. കംപ്ലീറ്റ് ദി ഫോളോവിങ് സെൻറ്റൻസസ്. 2 അമേരിക്കൻ വിക്കിംഗ് പ്രോപ്സ് ലാൻഡഡ് ഓൺ മാർസ് ഇൻ. 2 അമേരിക്കൻ ബഹിരാകാശ പേടകങ്ങൾ എവിടെ ലാൻഡ് ചെയ്തു? ചൊവ്വയിൽ ലാൻഡ് ചെയ്തു. എന്നാണ് ലാൻഡ് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ 1972. അതാണ് അതിൻ്റെ അടുത്ത്. 1976 ലാൻഡ് ചെയ്തത്. രണ്ടാമത്തെ ചോദ്യം, ദേ ലുക്ക്ഡ് ഫോർ. എന്താണ് വിക്കിംഗ് പ്രോപ്സ് അന്വേഷിച്ചത് അവിടെ ലാൻഡ് ചെയ്തിട്ട്? ദേ ലുക്ക്ഡ് ഫോർ ഡാഷ് ഇൻ ദി സറൗണ്ടിങ് സോയിൽ ആൻഡ് ഡാഷ്. 2 ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ് അവിടെ ചെയ്യേണ്ടത്. എന്താണ് അവന്? സൈൻസ് ഓഫ് ലൈഫ്, ജീവൻ്റെ അടയാളമാണ് അവരവിടെ സെർച്ച് ചെയ്തത്. പിന്നെ എന്ത് ചെയ്തു? റേഡിയോഡ് ബാക്ക് ടു ദി എർത്ത്. അതിനെ അവർ കിട്ടിയതിനെ അപഗ്രഥിച്ച് ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു. അടുത്തത്,
മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട്, ദ ടു തിങ്സ് ദാറ്റ് ദേ ഫൗണ്ട് വെയർ. അവിടെ കണ്ടെത്തിയ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദർ ആർ ജേംസ് ഇൻ ദി സോയിൽ. ഒരു മണ്ണിൽ എന്തിനെ കണ്ടെത്തി? സൂക്ഷ്മ അണുക്കളെ കണ്ടെത്തി. പിന്നെ എന്ത് കണ്ടെത്തി? ഓർ സോയിൽ ഈസ് അൺയൂഷ്വൽ അൺലൈക്ക് എർത്ത്. മണ്ണ് അസാധാരണമായ മണ്ണാണ്, എന്നാൽ ഭൂമിയിലെ മണ്ണ് പോലെ അല്ലതാനും. ഇതാണ് ആ യന്ത്രം അല്ലെങ്കിൽ ആ ബഹിരാകാശ പേടകം കണ്ടെത്തിയ കാര്യങ്ങൾ. ഇത്രയുമാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ് അടുത്ത ദിവസം ഉണ്ടാകും. അപ്പോൾ ഈ പാഠഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ തന്നതുപോലെയുള്ള ചോദ്യങ്ങൾ, തിമ്മക്കയുടെ പാഠത്തിൽ നമ്മൾ പഠിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ പാഠഭാഗത്തിലെ പോലെയുള്ള ചോദ്യങ്ങളായിരിക്കില്ല തരിക. നമ്മൾ ആ പാഠഭാഗത്തിലെ ഏതെങ്കിലും 3-4 ലൈനോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് തന്നെയോ എടുത്തു തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പാഠഭാഗവുമായിട്ട് പരിചയമുണ്ടെങ്കിൽ നമുക്ക് ആ വരുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ പാഠം നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഓക്കെ.